നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, മാലക യാ ഉമറോ, മാലക യാ ഉമറോ, ഉമറേ എന്തു പറ്റി ഉമറേ, എന്തിനാണ് നീ വന്നിരിക്കുന്നത് ഉമറേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലിനോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാൻ ഒരാളാണ് അവിടുത്തെ മുന്നിൽ വന്നിട്ടുള്ളതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അവിടുത്തെ ചാരത്തിന് ഞാൻ വന്നിട്ടുള്ളത് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഉമറേ, എന്താണ് ഉമറേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, നബിയേ നബിയേ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ പറയുന്ന പല വിഷയങ്ങളും പരിപൂർണമായി അനുസരണ വർത്തിക്കുന്നില്ല. അവരെ അടിക്കാനുള്ളതാകുന്ന ഒരു ഓർഡർ അവിടുന്ന് അള്ളാന്റെ ഭാഗത്ത് നിന്ന് വാങ്ങിത്തരണേ യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേൾക്കേണ്ട താമസം ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു അത്രേ, ലാ യാ ഉമറോ, ലാ യാ ഉമറോ, ഇല്ല ഉമറേ, ഇല്ല ഉമറേ, അടിക്കാനുള്ള ഓർഡർ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല. അടിക്കാനുള്ള ഓർഡർ അല്ലാഹു ഇതുവരെ നൽകിയിട്ടില്ല. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും സുന്നത്ത് നമസ്കരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പോകാൻ കൂട്ടാക്കുന്നില്ല. റസൂലുള്ളാഹി സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് അല്പനേരം മൗനാവലംബിച്ചപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ആയത്ത് കേട്ടുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു അത്രേ, അബ്ശിർ യാ ഉമറോ, അബ്ശിർ യാ ഉമറോ, ഉമറേ ഉമറേ, നീ സന്തോഷിക്കണേ ഉമറേ, നിന്റെ ആഗ്രഹം പോലെ കൂട്ടുകാരുടെ ലക്ഷ്യം പോലെ അല്ലാഹു അടിക്കാനുള്ള അനുമതി, മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ള ഭാര്യമാരെ അടിക്കാനുള്ള അനുമതി അല്ലാഹു നൽകിയിട്ടുണ്ട് ഉമറേ. പക്ഷേ ചില നിബന്ധനകളുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അടിക്കാനുള്ള ചില ഓർഡർ ഉണ്ട് എന്ന് പറയുന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് നിബന്ധനകളുണ്ടെന്ന് കൊണ്ട് പറഞ്ഞു നോക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അവിടെ കാണുന്നില്ല. അടിന്ന് കേട്ടപ്പോ ഉമർ ഒരൊറ്റ ഓട്ടം ഓടിച്ചു. മൂപ്പരുടെ നിയ്യത്ത് അതാണ്, വന്നിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അടിയുടെ ആവശ്യ പൂർത്തീകരണം കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോ മൂപ്പര് നേരെ ചെന്നു കൂട്ടുകാരോട് പറഞ്ഞു, വടിയൊക്കെ റെഡിയാക്കി കാത്തു നിൽക്കാണ്. കാരണം പോയിരിക്കുന്നത് ഉമർ ബിൻ ഖത്താബ് തങ്ങളാ. പോയി കഴിഞ്ഞ കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് കൂട്ടുകാരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നല്ലതുപോലെ അടിക്കടാന്ന് പറഞ്ഞു. ശരിക്കും അടിച്ചോളാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല അടി കിട്ടി. എല്ലാ ഭാര്യമാർക്കും, മോശപ്പെട്ട സ്വഭാവ വൈകല്യം ഉള്ളതാകുന്ന ഭാര്യമാർക്കൊക്കെ നല്ല അടി കിട്ടി. ദീനിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന സഹോദരിമാർ, നമസ്കരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് നമസ്കരിക്കാൻ ഇപ്പൊ പറ്റൂല, എനിക്ക് അശുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധിയുള്ള സമയത്ത് പോലും കളവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സഹോദരിമാര് ഇന്നും നമുക്കിടയിലുണ്ട്. ശുദ്ധിയുണ്ട്, പക്ഷേ അശുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റക്അത്തും കൂടെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുക, മാറി നിൽക്കുക.
ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ വെച്ചുകൊണ്ട് അവൾക്ക് ആർത്തവ രക്തം മുറിഞ്ഞാൽ പീരീഡ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും അസർ നമസ്കാരത്തിന് മുമ്പ് തന്നെ അവൾക്ക് ളുഹർ നമസ്കരിക്കാനും കുളിച്ച് ശുദ്ധീകരിച്ച് നമസ്കരിക്കാനുള്ള സമയമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് കുളിച്ച് ആ നമസ്കാരം കൂടി അവൾ നമസ്കരിക്കൽ നിർബന്ധമാണ്. ആരെവിടെ ശ്രദ്ധിക്കുന്നത്? ഏത് സഹോദരിമാരാ ശ്രദ്ധിക്കുന്നത്? കുളിച്ചിട്ട് അടുത്ത വക്കത്ത് ഒരു കരിക്കും. കരിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ മാത്രം അങ്ങനെ പറയുന്നത്. നമ്മളൊക്കെ നമസ്കാരമുള്ളവരാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മിസാൽ പറഞ്ഞതാണ്. ഇതുപോലെ അസറിന്റെയും മഗ്രിബിന്റെ ഇടയിലും ശുദ്ധിയായാലും അപ്രകാരം തന്നെ ഏതൊരു വഖത്തിന് ശേഷമാണ് ശുദ്ധിയാകുന്നത്, ആ വഖത്തിന് ശേഷം തന്റെ കുളിക്കും അതുപോലെ തന്നെ നമസ്കാരത്തിനുമുള്ള സമയമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ആ നമസ്കാരം കുളിച്ച് ശുദ്ധിയായി നമസ്കരിക്കാം. ഇതാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഇങ്ങനെ നമസ്കാരത്തെ പോലും നമസ്കരിക്കാതെ അലംഭാവം വെക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ശുദ്ധിയുള്ള സമയത്ത് പോലും അശുദ്ധിയാണെന്ന് പറഞ്ഞ് കളവ് നിൽക്കുന്നവർ. അത്തരത്തിലുള്ള സഹോദരിമാരൊക്കെ അന്ന് നല്ല അടി അങ്ങോട്ട് കിട്ടി. നല്ല അടി എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ അടി കിട്ടി. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോ ഒരു കൂട്ടം സ്വഹാബിയത്തുകളാകുന്ന വനിതകൾ കടന്നു വന്നുകൊണ്ട് നബിയോട് പരാതിപ്പെടുകയാണ്. റസൂലുള്ളാഹിയോട് പരാതി പറയാ. നബി അവിടുന്ന് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ വന്ന് അടിച്ചു കളഞ്ഞു. ഞങ്ങളുടെ കയ്യനക്കാൻ മേല, നോക്ക് കാലനക്കാൻ മേല, വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നു വരാതി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമങ്ങ് ചുവന്ന് തുടുക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ്, ഐന ഉമറു, ഐന ഉമറു. സഹാബത്തെ സഹാബത്തെ, ഉമറവിടെ സഹാബത്തെ, ഉമറവിടെ സഹാബത്തെ. ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഉമറാണല്ലോ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ അന്വേഷിക്കുകയാണ്. പള്ളിയുടെ പുറത്ത് ചെരുപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടുകാർ ചെന്നിട്ട് പറയുകയാണ്, ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് മന്നം കടന്നു വന്നുകൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ലബ്ബൈക യാ റസൂലല്ലാഹ് വഅഫു യാ ഹബീബല്ലാഹ്, ലബ്ബൈക യാ റസൂലല്ലാഹ് അഫ്വൻ യാ ഹബീബല്ലാഹ്. നബിയേ നബിയേ, അവിടുത്തേക്ക് ഇതാ ഉത്തരം ചെയ്തിരിക്കുന്ന പാവപ്പെട്ട ഉമർ, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പൊറുത്തു തരണേ നബിയേ, പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉമറേ ഉമറേ, അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, വല്ലാഹി മാ സമഅതു യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ഞാൻ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കേട്ടിട്ടില്ല നബിയേ, ഞാൻ കേട്ടിരുന്നില്ല നബിയേ. ശരിയാണ്, സത്യത്തിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അത് കേട്ടിട്ടില്ല. അടിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഓടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല. സ്വഹാബത്താരും കുറ്റക്കാരല്ല, അമ്പിയാക്കൾ കുറ്റക്കാരല്ലാത്തതുപോലെ തന്നെ ഒരാളും ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കണം. അഹ്ലുസുന്നയുടെ അജയരാകുന്ന പ്രവർത്തകരാകുന്ന നമ്മൾ നിർബന്ധമായും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. കാരണം അങ്ങനെയാണെങ്കിലല്ലേ ഖുർആൻ അവരെ കൊണ്ട് അല്ലാഹു സംതൃപ്തിപ്പെട്ടു എന്ന് പറയേണ്ടതുള്ളൂ. കളവ് പറയുക, തെറ്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു എങ്ങനെ തൃപ്തിപ്പെടുക? ഏതുമായിക്കോട്ടെ, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുർആനിന്റെ ആയത്തും കൊണ്ട് ഓതി കൊടുക്കുക. ഏത് ആയത്താണ് ഇറങ്ങിയത് അതുകൊണ്ട് ഓതി കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളല അല്ലാഹു
بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തുൻ നിസാ എന്നാണ് ആ സൂറത്തിന്റെ പേര്. അന്നിസാ, സ്ത്രീകൾ എന്നാണ് ആ ഖുർആനിന്റെ സൂക്തത്തിന്റെ പേര് തന്നെ. 114 സൂറത്തുകളാണ് ഖുർആനിൽ. ഇവിടെ ശ്രദ്ധിക്കുക, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കുക. ഇന്ന് ചാനലുകൾ കയറിയിരുന്നിട്ട് മുസ്ലിം സഹോദരിമാര് യാതൊരുവിധ മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ ആലിമീങ്ങൾക്കെതിരെ സംഘടനകൾക്കെതിരെ പരിശുദ്ധ ദീനിന്റേതാകുന്ന അജയ്യരാകുന്ന ഉലമാക്കൾക്കെതിരെ ഘോരഘോരം ശബ്ദിക്കുകയാണ്. മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താണ്. ദീനിൽ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യവുമില്ല, പർദ്ദയ്ക്കുള്ളിൽ ഞങ്ങളെ തളച്ചിടപ്പെടുന്നു, പാവപ്പെട്ടതാകുന്ന സഹോദരിമാരാണ് ഞങ്ങൾ, ഞങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കി ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി അടുക്കളയിൽ മാത്രം തളച്ചിടപ്പെടുന്നു എന്നുള്ള വാദം ഉന്നയിക്കുന്നതാകുന്ന ഉമ്മമാര് പഠിച്ചു വെക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് തന്നെ അന്നിസാ, സ്ത്രീകൾ എന്നാണ് ആ ഖുർആനിലെ അധ്യായത്തിന്റെ പേര്. ഖുർആനിൽ എവിടെയും അർരിജാൽ, പുരുഷന്മാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു അധ്യായം തന്നെ ഇല്ല. സ്ത്രീകൾക്ക് വേണ്ടി ഒരു അധ്യായം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. സ്ത്രീകൾ എവിടെയാണ് തളച്ചിടപ്പെടുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനമായി കടന്നു വരുമ്പോ ആ കാലഘട്ടത്തിന്റെ പേര് തന്നെ ഡാർക്ക് ഏജ് എന്നായിരുന്നില്ലയോ, ഇരുണ്ട യുഗമെന്നായിരുന്നില്ലയോ? ആ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, പച്ചയ്ക്ക് സ്ത്രീകൾ ജനിച്ചു വീണാല് പച്ചയ്ക്ക് കുഴിച്ചു മൂടിയിരുന്നതാകുന്ന കാലഘട്ടത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ചെയ്യരുതേ സാബത്തെ, ചെയ്യരുതേ സാബത്തെ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഏറ്റവും വലിയ പാതകമാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പാവപ്പെട്ട സഹോദരിമാർക്ക്, മുസ്ലിം എന്ന് മാത്രമല്ല അമുസ്ലിമീങ്ങളാകുന്ന സഹോദരിമാർക്ക് വരെ, നിരീശ്വരവാദികളും യുക്തിവാദികളും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളിൽ, നിങ്ങളുടെ ഉമ്മമാരും നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ സഹോദരിമാരും അടക്കമുള്ള എല്ലാ സഹോദരിമാരെയും ഈ ലോകത്ത് ജീവിക്കാൻ വിട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ ഭൂമുഖത്ത് കൊടുത്തത്. അതിനു മുമ്പ് സ്ത്രീകൾ ജനിച്ചു വീണാൽ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, മുസ്വദ്ദൻ വഹുവ ഖളിയും, മുഖം വല്ലാതെ കറുത്ത് കരുവാളിക്കുമായിരുന്നു അത്രേ ഉപ്പമാരുടെയും കുടുംബാദികളുടെയും എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. ഞാൻ എന്റെ വാക്കല്ലേ ഈ പറയുന്നത്, ഖുർആൻ പറഞ്ഞാണോ? ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പെണ്ണ് ജനിച്ചു വീണാൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉപ്പമാരെ എത്തിച്ചു നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഒരു പെണ്ണ് ജനിച്ചു വീണാൽ ആ പെണ്ണിനെ സംരക്ഷിക്കണേ, ആ പെണ്ണിന് ദീനീ ബോധം കൊടുക്കണേ, ദീനീ അറിവ് കൊടുക്കണേ. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന HMD കോളനിയിലുള്ളതായ പാവപ്പെട്ട ഉപ്പമാരെ പഠിച്ചു വെക്കണേ. നമുക്ക് നമ്മുടെ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടയോ? പരിശുദ്ധ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വീട്ടിൽ താമസിപ്പിക്കരുതേ, വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വീട്ടിൽ ഒരു റൂം ഉണ്ടാവുകയും ആ റൂമിലേക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള്, അവളതാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുമായി
പകരമായിട്ട് ഒറ്റക്കൊരു റൂമിലേക്ക് മാറിയിരിക്കുകയാണ്. വാപ്പ ഉറങ്ങുകയാണ്, ഉമ്മ ഉറങ്ങുകയാണ്, നാട്ടുകാരുറങ്ങുകയാണ്, അയൽവാസികൾ ഉറങ്ങുകയാ, ആങ്ങളെ ഉറങ്ങുകയാണ്, ഉമ്മമാരുറങ്ങുകയാണ്. ആരും അറിയാതെ പാതിരാത്തിന്റെ നിറവില് നിശബ്ദതയുടെ നിശീതതയില് കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കാമുകനുമായിട്ടുള്ളതായ ചാറ്റിങ്ങും ഫോൺ വിളികളുമായി നമ്മുടെ മക്കളെ മാറാതിരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ. സഹാബത്തെ സഹാബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റക്കൊരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് അള്ളാന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ പുലർന്നില്ലയോ? ഇന്ന് കുടുംബങ്ങൾ അന്തരീക്ഷങ്ങൾ മാറിയില്ലയോ? പാതിരാത്രി സമയമായിട്ടും തന്റെ മൊബൈൽ ഫോൺ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. വാപ്പയുറങ്ങുകയാണ്, കുടുംബാദികൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുകൊണ്ട് കാമുകനുമായി ചാറ്റിംഗ് നടത്തുന്ന പെണ്ണിന്റെ ധീരരോധനങ്ങൾ വാപ്പയറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല. അവളുടെ വർത്തമാനം ഏത് നിലയ്ക്കാണ് പോകുന്നതെന്ന് ഒരു വാപ്പയ്ക്കും അറിയാൻ സാധിക്കുന്നില്ല. വാതിന് വേണ്ടി HMD കോടതിയിലേക്ക് കടന്നു വരുമ്പോ, വാതിന് വേണ്ടി വാപ്പ ക്ഷണിക്കുമ്പോ, ഉമ്മ ക്ഷണിക്കുമ്പോ, എനിക്ക് തലവേദനയാണ്, കൈവേദനയാണ്, കാലുവേദനയാണ്, എനിക്കൊരുപാട് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് എഴുതാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലയോ? ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ. ഒറ്റക്കൊരു റൂമിൽ അവളെ താമസിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ ഒരു പക്ഷേ കാമുകനുമായി ചാറ്റിങ്ങിലായിരിക്കാം, ഒരു പക്ഷേ മോശപ്പെട്ട തലത്തിലേക്കായിരിക്കാം അവളുടെ സമയത്തെ കൊണ്ടുപോകുന്നത്. മക്കൾക്ക് ദീൻ കൊടുക്കണം. പെൺമക്കളെ വെറുതെ ജീവിക്കാൻ വിട്ടാൽ മാത്രം പോരാ, അവളെ ഇൽമിന്റെ മജ്ലിസിൽ ഇൽമുമായിട്ടുള്ള കണക്ഷൻ ബന്ധപ്പെടുത്തണം. നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ആരാ പറഞ്ഞു വരുന്നത്? നബി മുഹമ്മദ് റസൂലുള്ളാഹി. പെൺകുട്ടികൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. എങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കണം? ദീൻ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ദീൻ പഠിക്കാനുള്ള. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് ഭൗതിക അറിവ് മാത്രം നൽകരുതേ. ആത്മീയമാകുന്ന അറിവ് മക്കൾക്ക് കൊടുക്കാതെ പെൺമക്കൾക്ക് നിങ്ങൾ ഭൗതികമാകുന്ന അറിവ് മാത്രമായി ആൺമക്കളെ പോലെ നിങ്ങൾ നൽകരുതേ. നബിയുനാ റസൂലുള്ളാഹി ഭൗതിക അറിവ് മാത്രമായിട്ട് മക്കൾ കൊടുക്കരുത്. ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായിട്ട് ജനം മുദ്ര കുത്തുമ്പോ അത് തീവ്രവാദമല്ല, അതിൽ ഭീകരവാദമില്ല. അതിൽ പഠിപ്പിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉലമാക്കളുടെ പണ്ഡിതന്മാരുടെ ചർച്ചകളാണ്, അവരുടെ ചരിത്രങ്ങളാണ്, അവരുടെ ആവിഷ്കാരങ്ങളാണ്. അതിനാണ് താരീഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 18ന്റെ നിറകടമുള്ള പെങ്ങൾ ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി അവരുടെ മനസ്സിലേക്ക് വാപ്പയെ കുറിച്ച് ഉമ്മയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അഖ്ലാഖ്. സൽ സ്വഭാവത്തിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥമാണ്. ഇതൊക്കെ പഠിക്കണ്ടേ മക്കൾ? നീ നമസ്കരിക്കുമ്പോ ആ നമസ്കാരം എങ്ങനെയാണ്? നീ റുക്കൂ ചെയ്യുമ്പോ ആ റുക്കൂ എങ്ങനെയാണ്? നീ ഇഅ്തിദാലിലേക്ക് വരുമ്പോ ആ ഇഅ്തിദാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിനുള്ള പ്രതിഫലം എന്താണ്? അത് ഏത് വിധേനയാണ് ആകേണ്ടത്? നീ ഒരാളെ കാണുമ്പോ എങ്ങനെയാണ് സലാം ചൊല്ലേണ്ടത്? പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഫിഖ്ഹ്, കർമ്മശാസ്ത്ര ഗ്രന്ഥം. ഇതൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടുന്നതാണ്. അല്ലാതെ ഇവിടെ വാളും പരിചയം എടുത്തിട്ട് കോഴ്സ് പഠിപ്പിക്കല്ല. ഇത് പഠിക്കണം നമ്മള്. ഇതൊക്കെ വാപ്പാക്കും അറിയാം, ഉമ്മാക്കും അറിയാം. അവിടെ തീവ്രവാദം ഇല്ല, ഭീകരവാദം ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ അതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവർ എത്ര പേരുണ്ട്? അതാണ് എന്റെ ചോദ്യം. വളരെ ഖേദത്തോടു കൂടി കുമ്മനം ഉസ്താദ് ചോദിക്കുകയാണ്, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് ഒരു ഇമാം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 5ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടി എത്ര ഉപ്പമാര് വന്നുകൊണ്ടാണ് പറയുന്നത്, എന്റെ മകള് പ്രായപൂർത്തിയെത്തിയ ഉസ്താദെ, ഇനി ഞാൻ അവളെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നില്ല. ആ കുട്ടിയെ പിന്നെ MBBS വിടുന്നു, അവിടെ പ്രായപൂർത്തി പ്രശ്നമല്ല. BDS പറഞ്ഞു വിടുന്നു, പ്രായപൂർത്തി പ്രശ്നമല്ല. നേഴ്സിംഗിന് പറഞ്ഞു വിടുന്നു, അവിടെയും പ്രായപൂർത്തി പ്രശ്നമല്ല. ഇവിടെ അങ്ങൊരു പ്രശ്നമില്ല. പിന്നെന്താ? മദ്രസയിൽ 5-ലെത്തിയപ്പോ പ്രായപൂർത്തിയായി. ബാക്കിയുള്ളടുത്ത് 50 പ്രാവശ്യം പ്രായപൂർത്തിയായി, ഒരു കുഴപ്പമില്ല.
അല്ല, ചിന്തിച്ചു നോക്ക്, നമ്മുടെ ദീനീ ബോധം എത്രത്തോളം ഉണ്ട്. അവസാനം ഈ പെൺകുട്ടി എവിടെയെങ്കിലും ഒളിച്ചോടി പോകുമ്പോ എന്റെ ഒരിക്കൽ വന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്, അറിയുമോ ഉസ്താദേ എന്നെ? ഞാൻ ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത്, സ്ഥലവും പേരും അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പണ്ടൊരു ദിവസം 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ MBAക്ക് വിടുന്ന സമയത്ത് വന്നുകൊണ്ട് ദ്വാരപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മകള് ഇന്നൊരു അന്യ പുരുഷനുമായി ഒളിച്ചോടണമെന്നുള്ള നീയത്തുമായി നിൽക്കുകയാണ്. കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ അവനുമായി ഒളിച്ചോടും എന്ന് വാപ്പയോട് തുറന്നു പറയുന്ന ഒരു പെണ്ണുള്ള കാലഘട്ടം. എത്രത്തോളം പറയണമെങ്കിൽ ആ പെണ്ണിന് കൊടുക്കുന്ന ദീനീബോധം അത്രത്തോളം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ MBA മകളെ വിടാൻ വേണ്ടി വാപ്പ വളരെയേറെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, യാതനകൾ അനുഭവിച്ച് ലോൺ എടുത്തിരിക്കാൻ. അവളെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി അവസാനം അവൾക്ക് ജോലി റെഡിയാകും. ഈ കൂടെ പഠിച്ചതാകുന്ന പയ്യനോടൊപ്പം ഇതര സമുദായത്തിലെ സഹോദരനോടൊപ്പം നിങ്ങൾ കെട്ടിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ ഒളിച്ചോടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു നിൽക്കണം പെണ്ണ്. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ചോദിച്ചോളൂ, എത്ര വരെ മദ്രസ വിട്ടു? അപ്പൊ പറയാം, മദ്രസ വിട്ടിട്ടില്ല. പിന്നെന്താ കൊടുത്തത്? അത് നാട്ടിലൊരു അരമൂല്യാരെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്യൂഷൻ കൊടുക്കുമായിരുന്നു. ഇത്രേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വിളിച്ചിട്ട് ഒരു ട്യൂഷൻ കൊടുക്കും. ട്യൂഷൻ സമ്പ്രദായം വേണ്ട എന്ന അർത്ഥത്തിലല്ല, പക്ഷേ മദ്രസയിലെ വിദ്യാഭ്യാസം അനിവാര്യമാണ്. നമ്മുടെ മദ്രസകളൊക്കെ നിലനിൽക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈ മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ എത്ര വരെ പഠിപ്പിക്കുവോ അത്ര വരെ. അത് 10ാം ക്ലാസ് വരെ ഉണ്ടെങ്കിൽ 10 വരെ പഠിച്ചാൽ തന്നെ ആളുകൾ പഠിച്ചവരെ പോലും പിഴച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ പഠിക്കാത്ത നമ്മൾ എവിടെ എത്തും? ചിന്തിച്ചു നോക്കുക. അതാ എനിക്ക് ചോദിക്കാൻ. 10 വരെ പഠിച്ചിറങ്ങിയ സഹോദരിമാര് പോലും ഇബ്ലീസ് വന്നുകൊണ്ട് വലയിൽ വീഴ്ത്തിക്കൊണ്ട് പിഴച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ തീരെ മദ്രസ വിദ്യാഭ്യാസം ഇല്ലാത്തതാകുന്ന സഹോദരിമാര് എവിടെയാണ് എത്തിച്ചേരുക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാർക്ക് ഖുർആൻ പഠിപ്പിക്കണേ. ആ ഖുർആനിൽ നിന്ന് സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട HMDയിലുള്ള ഉമ്മമാരോട്, സഹോദരിമാരോട്, രക്ഷകർത്താക്കളോട് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് ഖുർആനിലെ ആയത്തുകൾ, ഖുർആനിലെ സൂക്തങ്ങൾ എത്രത്തോളം പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എത്രത്തോളം പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഫാത്തിഹ സൂറത്ത് അറിയോ മക്കൾക്ക്? മല്ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ആരെങ്കിലും ഓതിയിട്ടില്ല എങ്കിൽ നമസ്കരിക്കുന്ന സമയത്ത് ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്ത് നല്ല വൃത്തിക്ക് ഓതാത്തവന്റെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി.